കണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെക് 96 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോറിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് സ്റ്റാർട്ടിംഗ്, റണ്ണിങ്, കോമൺ. ഒരു ഇലക്ട്രിക് മോട്ടോറിന് 3 വയറുകളാണ് ഉണ്ടായിരിക്കുക. ഒന്ന് സ്റ്റാർട്ടിംഗ്, ഒന്ന് റണ്ണിങ്, ഒന്ന് കോമൺ. ഈ വയറുകൾ എങ്ങനെ മനസ്സിലാക്കാം? ഈ വയറുകൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു ഇലക്ട്രിക് കണക്ഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ്, റണ്ണിങ്, കോമൺ ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആ ഡയഗ്രാം വരച്ചതിന് ശേഷം ഡയഗ്രാം പ്രകാരം നിങ്ങൾക്കൊരു മോട്ടോർ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതോടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ്, റണ്ണിങ്, കോമൺ എന്നതിനെക്കുറിച്ചുള്ള ഡൗട്ട് നിങ്ങൾക്ക് മാറും. അല്ലെങ്കിൽ പുതുതായിട്ട് അറിയുന്നവരാണെങ്കിൽ സ്റ്റാർട്ടിംഗ്, റണ്ണിങ്, കോമൺ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് ഡയഗ്രാമത്തിലേക്ക് പോവാം. ഒരു മോട്ടോറിനകത്ത് ഇതുപോലെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും റണ്ണിങ്. ഇനി രണ്ടാമത് വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യം ഞാൻ ചുരുട്ട് വരച്ചത് റണ്ണിങ്ങും, രണ്ടാമത് ഇപ്പോൾ ചുരുട്ട് വരച്ചത് സ്റ്റാർട്ടിങ്ങും. 2 വൈൻഡിങ്സ് ആയതുകൊണ്ടാണ് ചുരുട്ടി വെച്ചത്. എന്നിട്ട് രണ്ടും കൂടി ലിങ്ക് ആയിട്ട് ഇതുപോലെ കോമൺ എന്നൊരു വയറും കാണും. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി റണ്ണിങ് സ്റ്റാർട്ടിങ്ങിനെ അപേക്ഷിച്ച് കനം കൂടിയ കമ്പി കൊണ്ട് വൈൻഡ് ചെയ്യുന്നതാണ് റണ്ണിങ്. ഇനി സ്റ്റാർട്ടിങ് അത് റണ്ണിങ്ങിൻ്റെ അത്രയും കനം കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി വരച്ചത്. പിന്നെ കോമൺ, അതിന് സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും ലിങ്കായി കോമൺ വരും. ഇനി സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും കൂടി കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഒരു മോട്ടോർ സ്റ്റാർട്ടാവത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിനും റണ്ണിങ്ങിനെയും നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു കപ്പാസിറ്റർ അവിടെ കണക്ട് ചെയ്യും. അതാണ് നിങ്ങളിപ്പോൾ അവിടെ കണ്ടത്. അത് ഞാൻ മോട്ടോർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ ആ കപ്പാസിറ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ പവർ സപ്ലൈ കൊടുക്കുക എപ്പോഴും കോമണിലും റണ്ണിങ്ങിലുമാണ്. നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ പവർ സപ്ലൈ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ മോട്ടോർ കത്തിപ്പോവും. അപ്പോൾ അത് കത്തിപ്പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൻ്റെ വൈൻഡിങ് കോർ കട്ടി കുറവാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും മാറിപ്പോകാൻ പാടില്ല. ഇനി സാധാരണയായിട്ടൊരു മോട്ടോറിൽ വരുമ്പോൾ ഇതുപോലെ വൈൻഡിങ് ഒന്നും കാണണമെന്നില്ല. ഇതുപോലെ ഞാനിപ്പോൾ രണ്ടാമതൊരു ഡയഗ്രാം വരയ്ക്കുന്നുണ്ട്. അതുപോലെയാണ് നമ്മളൊരു മോട്ടോറിൽ കാണുക. അപ്പോൾ റണ്ണിങ് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഒരു എം എന്ന് എഴുതിയത് മോട്ടോറാണ് ആ റൗണ്ടിനുള്ളിൽ. പിന്നെ സ്റ്റാർട്ടിങ് റണ്ണിങ്ങിൻ്റെ അത്രയും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. ഇത് ഒരു മോട്ടോർ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വരക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് അവിടെ ചെറുതാക്കി വരച്ചു, എന്നിട്ടൊരു കപ്പാസിറ്ററുമായിട്ട് റണ്ണിങ്ങുമായി കണക്ട് ചെയ്തു. അതാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ആ മോട്ടോറിൽ നിന്ന് രണ്ടും കൂടി ലിങ്കായിട്ട് കോമൺ എന്ന വയറും വന്നു. മനസ്സിലായോ? റണ്ണിങ്ങും സ്റ്റാർട്ടിങ്ങും കോമൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? ആ ചെറുതാണ് സ്റ്റാർട്ടിങ്, ഇപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചത്. പിന്നെ റണ്ണിങ് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, കോമൺ അതുപോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സ്റ്റാർട്ടിങ് എപ്പോഴും അതിനകത്ത് നടുവിലായിട്ട് ചെറുതായിട്ട് കാണും. അങ്ങനെയാണ് നമുക്കൊരു മോട്ടോറിൽ നോർമൽ കേസിൽ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും കോമണും മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു മോട്ടോർ നിങ്ങൾക്ക് ഡയഗ്രാം കാണിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്നറിയോ? സ്റ്റാർട്ടിങ് വയർ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ടാവും കാണുക. മറ്റേ റണ്ണിങ് വയറിൻ്റെ അത്ര റണ്ണിങ് വയറും അതുപോലെ തന്നെ കോമൺ വയറും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സ്റ്റാർട്ടിങ് വയർ അതിന് അകത്തോട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എപ്പോഴും എളുപ്പമാണ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ. ഇതുപോലെ അകത്തോട്ട് ഇരിക്കുന്നത് ഈ ഗ്രീൻ എന്ന വയർ അകത്തോട്ടാണ് ഇരിക്കുന്നത്, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന വയറാണ് എപ്പോഴും സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്തായി ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന വയറാണ് എപ്പോഴും റണ്ണിങ് ആയിട്ട് വരിക. പിന്നെ ഈ 2 വയറും കൂടി ലിങ്കായി വന്നിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എപ്പോഴും കോമൺ ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ കോമൺ, റെഡ് ആൻഡ് വൈറ്റ്, യെല്ലോ റണ്ണിങ്, ഗ്രീൻ സ്റ്റാർട്ടിങ് എപ്പോഴും അകത്തോട്ടാണ്, മറ്റേ രണ്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇതൊരു വാഷിംഗ് മെഷീൻ്റെ ഇലക്ട്രിക് മോട്ടോറാണ്. അപ്പോൾ നമുക്ക് ഈ മോട്ടോർ ഒന്ന് പ്രവർത്തിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മോട്ടോറിൻ്റെ ആ സ്റ്റാർട്ടിങ് ഈ ഡയഗ്രാം നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ. അപ്പം നമുക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് മോട്ടോർ ഒന്ന് ഓണാക്കി നോക്കാം, വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഞാൻ പറഞ്ഞു തന്നത് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കപ്പാസിറ്ററിൻ്റെ വയർ കണക്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ആദ്യം കണക്ട് ചെയ്യാം. എന്നിട്ട് റണ്ണിങ്ങിൽ കണക്ട് ചെയ്യും. പിന്നെ കോമണിൽ നമ്മൾ സപ്ലൈ കൊടുക്കും, അതുപോലെ റണ്ണിങ്ങിലും സപ്ലൈ കൊടുക്കും. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക്
സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ഈ ബ്ലൂ വയർ കൊടുക്കാം, ബ്ലൂ ആൻഡ് വൈറ്റ് കളർ വയർ. ഇത് സ്പിൻ മോട്ടർ ആയതുകൊണ്ട് ഇത് 2 മോട്ടർ വർക്ക് ചെയ്യാനുള്ളതാണ്. സ്പിൻ മോട്ടറിൻ്റെ വയറാണിത്. സ്പിൻ മോട്ടറിന് കൊടുക്കാനുള്ള കപ്പാസിറ്ററിൻ്റെ വയറാണിത്. റെഡ് ആൻഡ് വൈറ്റും അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റും അതുപോലെ റെഡ് ആൻഡ് വൈറ്റും, ഈ 2 വയറുകളാണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ ആൻഡ് വൈറ്റ് എടുത്ത് നമ്മളെ മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ് വയറിൽ കണക്ട് ചെയ്തു. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ വന്നിട്ട് നമ്മളെ ഈ കപ്പാസിറ്ററിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് കളർ എടുത്തിട്ട് മോട്ടോറിൻ്റെ റണ്ണിങ് വയറിൽ നമ്മൾ ഈ വയറെടുത്ത് ഇവിടെയും കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ എക്സ്റ്റൻഷന് വേണ്ടി ഉപയോഗിച്ച ഈ 2 വയറുകൾ, എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനാണ് ഈ 2 വയറുകൾ. അപ്പോൾ അതിൽ ഒരു വയറെടുത്ത് നമ്മുടെ മോട്ടോറിൻ്റെ ഏത് വയറാണിത്? കോമണിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനെടുത്ത ഒരു വയറെടുത്ത് കോമണിൽ കണക്ട് ചെയ്തു. ഇതിൻ്റെ റെഡ് ആൻഡ് വൈറ്റ് ആണ് ഈ മോട്ടോറിൻ്റെ കോമൺ വയർ. അപ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണം കണക്ട് ചെയ്തു, കണ്ടല്ലോ. പിന്നെ വന്നിട്ട് നമ്മൾ ഒരെണ്ണം എക്സ്റ്റെൻഡ് ചെയ്യാനെടുത്ത 2ാമത്തെ വയർ എടുത്തിട്ട് നമ്മളിതാ റണ്ണിങ്ങും കപ്പാസിറ്ററിൻ്റെ വയറും കൂടി ലിങ്ക് ചെയ്തെടുത്ത് നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യാനെടുത്ത ഒരു വയറും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ? സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കപ്പാസിറ്ററിൻ്റെ ഈ ഒരേ ഒരു വയർ മാത്രം കണക്ട് ചെയ്യുക. പിന്നെ റണ്ണിങ്ങിൽ വരുമ്പോൾ 3 വയർ ലിങ്ക് ആവും. ഒന്ന് കപ്പാസിറ്റർ വയർ, ഒന്ന് റണ്ണിങ് വയർ, ഒന്ന് നമ്മുടെ എക്സ്റ്റൻഷന് വേണ്ടി എടുത്ത വയർ. അപ്പോൾ ഈ 2 വയറുകൾ ഇത് വേണ്ട. ഈ 2 വയറുകൾ കണ്ടോ നമ്മൾ കണക്ട് ചെയ്ത, ഒന്ന് നമ്മുടെ കോമൺ വയറും ഒന്ന് നമ്മുടെ റണ്ണിങ് വയറും, കണക്ട് ചെയ്ത റണ്ണിങ് വയറും. ഇതിൽ നിന്ന് റണ്ണിങ് വയറിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത വയറും അതുപോലെ കോമണിൽ കണക്ട് ചെയ്ത ഈ വയറും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതിൽ കണക്ട് ചെയ്യണം. ഏതിൽ? പവർ സപ്ലൈ കൊടുക്കേണ്ടത് ഈ 2 വയറിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചേക്കാം. കോമൺ കണക്ട് ചെയ്ത വയറിൽ നമ്മൾ ഈ ജോയിൻറ്റിൽ ഒരു ഇൻസ്റ്റലേഷൻ ജസ്റ്റ് നമ്മൾ ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ഷോക്ക് അടിച്ചാൽ പിന്നെ വലിയ സുഖമൊന്നും ഉണ്ടാകുന്നില്ല, നോക്കി ചെയ്താൽ മതി. ഇത് നമ്മുടെ സേഫ്റ്റിക്കാണ്. പിന്നെ നമ്മൾ 2ാമത്തെ ഈ കോമൺ വയറും നമ്മൾ 3 വയർ ലിങ്ക് ചെയ്തിട്ട് അവിടെയും ഒന്ന് കൊടുത്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങും കപ്പാസിറ്റർ വയറും കൊടുത്തിരുത്ത് ഒന്ന് കൊടുത്തു. ശേഷം കൊടുത്തല്ല. എന്നിട്ട് നമ്മൾ ഈ 2 വയറുകൾ ഇത് വേണ്ട, ഇത് നേരെ മോട്ടോറിലേക്ക് പോവുകയാണ്. വ്യക്തമായിട്ട് കാണാൻ വേണ്ടി, മനസ്സിലായി കാണും എന്നാലും വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പവർ കൊടുക്കുക. പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. പവർ കൊടുത്തു. നമുക്കൊരു കഷ്ണം വയർ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചേക്കാം. മോട്ടോർ തിരിയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ, കണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് മോട്ടറിൻ്റെ വയർ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ